നമസ്കാരം എസ് ടി വി ഈവനിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പാലക്കാട് കലക്ടറേറ്റിലേക്ക് ബി.ജെ.പി. മാർച്ച്. വിമർശിക്കുന്നവർക്കെതിരെ കേസെടുക്കുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ട് PR ഏജൻസിക്കെതിരെ കേസെടുക്കുന്നില്ലെന്ന് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ. PV അൻവറും പിണറായി വിജയനും തമ്മിലുള്ള തർക്കം വീതം വെപ്പിന്റേതെന്നും സി കൃഷ്ണകുമാർ. നെല്ല് സംഭരണത്തിൽ നിന്ന് പിന്മാറാനാണ് ഇടതു സർക്കാരിന്റെ നീക്കമെന്ന് ദേശീയ കർഷക സംരക്ഷണ സമിതി. ഒന്നാം വിള കൊയ്ത്ത് പുരോഗമിക്കുമ്പോഴും സംഭരണ നടപടികൾ ആരംഭിച്ചിട്ടില്ല. പാടശേഖര സമിതികളിൽ സംഭരണ കേന്ദ്രം വേണമെന്ന സർക്കാർ നിർദ്ദേശവും നെല്ല് സംഭരണത്തിൽ നിന്ന് പിന്മാറാനുള്ള നീക്കത്തിന്റെ ഭാഗമെന്ന് സമിതി ഭാരവാഹികൾ. പേരൂർ മഹിളാ സമാജം വായനശാല അംഗൻവാടി കെട്ടിടം നവീകരണത്തിൽ ലക്കിടി പഞ്ചായത്ത് ഭരണസമിതിക്ക് ചിറ്റമ്മ നയമെന്ന് ആക്ഷേപം. നവീകരണത്തിനായി 2 വർഷം മുൻപ് ഗ്രാമപഞ്ചായത്തിന് കൈമാറിയ കെട്ടിടം ഇന്നും അവഗണനയിൽ. കെട്ടിട നവീകരണത്തിനായി MP ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുക പഞ്ചായത്ത് അധികൃതർ നിരസിച്ചെന്ന് വായനശാല ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. വിമർശിച്ചാൽ സോഷ്യൽ മീഡിയയ്ക്കും മാധ്യമപ്രവർത്തകർക്കുമെതിരെ കേസെടുക്കുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ട് PR ഏജൻസിക്കെതിരെ കേസെടുക്കുന്നില്ലെന്ന് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ബി.ജെ.പി. നടത്തിയ പാലക്കാട് കലക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PV അൻവറും പിണറായി വിജയനും തമ്മിലുള്ള തർക്കം വീതം വെപ്പിന്റേതാണെന്നും സി കൃഷ്ണകുമാർ ആരോപിച്ചു. കേരളം ഭരിച്ച ഒരു മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ ഉയരാത്ത ആരോപണങ്ങളാണ് പിണറായി വിജയനും കുടുംബത്തിനുമെതിരെയുള്ളത്. അല്പമെങ്കിലും ധാർമ്മികതയുണ്ടെങ്കിൽ മുഖ്യമന്ത്രി രാജിവെക്കുമായിരുന്നു. സ്വർണ്ണക്കടത്തുമായി CPM-ലെ ചിലർക്കുള്ള ബന്ധം നേരത്തെ തന്നെ പുറത്തുവന്നതാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാൻ പിണറായി വിജയൻ യോഗ്യനാണോ എന്ന് CPM നേതൃത്വം ചിന്തിക്കണമെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു. കള്ളക്കടത്തും പൊട്ടിക്കലും നടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അൻവറുടെ അഭിപ്രായത്തോട് യോജിപ്പൊന്നുമില്ല, പിണറായിയുടെ അഭിപ്രായത്തോട് യോജിപ്പില്ല. ഇത് പങ്കുകച്ചവടക്കാർ തമ്മിൽ തെറ്റിയ സമയത്ത് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ സത്യം തുറന്നു പറയാൻ അൻവർ പുറത്തു വന്നിരിക്കുകയാണ്. സ്വർണ്ണ കള്ളക്കടത്തുകാരും സ്വർണം പൊട്ടിക്കലുകാരും തമ്മിലുള്ള തർക്കം കേരളത്തിൽ നടക്കുന്നത്. ആകാശ് തില്ലങ്കേരിയും മറ്റുമൊക്കെ CPM-ന്റെ ഒരു കാലത്ത് കണ്ണൂർ ജില്ലയിലെ കൊട്ടേഷനുമായിട്ട് നടന്ന ആളുകള് അവര് സ്വർണം പൊട്ടിക്കലിനെ സംബന്ധിച്ച്, അവർക്ക് സ്വർണം പൊട്ടിക്കലിന് പിന്തുണ കൊടുത്ത നേതാക്കന്മാരെ സംബന്ധിച്ച്, നേതാക്കന്മാരുടെ പങ്കിനെ സംബന്ധിച്ചൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ പറഞ്ഞത് പാർട്ടിക്കെതിരായിട്ട് എതിരാളികൾ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ എന്താ പറയാനുള്ളത്? കേരളത്തിലെ ഇത്രയും ഗൗരവപൂർണമായിട്ടുള്ള ഒരു കാര്യത്തെ സംബന്ധിച്ച് ഹിന്ദു ദിനപത്രത്തില് വാർത്ത വന്ന സമയത്ത് അത് തെറ്റായിട്ടുള്ള വാർത്തയാണെങ്കിൽ എന്തുകൊണ്ട് ആ മാധ്യമ പ്രവർത്തകർക്കെതിരെ അല്ലെങ്കിൽ ആ മാധ്യമത്തിനെതിരായിട്ട് കേസെടുക്കാൻ തയ്യാറാവാത്തത്? ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ P. വേണുഗോപാൽ, AK ഓമനക്കുട്ടൻ, നന്ദകുമാർ, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് കൃഷ്ണൻ, C. മധു, TK ഫിലിപ്പ്, സത്യഭാമ, N. ശിവരാജൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അനധികൃത മദ്യവിൽപ്പന. ചേലക്കര വെങ്ങാനല്ലൂർ സ്വദേശിക്കെതിരെ കേസെടുത്ത് എക്സൈസ്. പ്രതി ഒളിവിൽ. വെങ്ങാനല്ലൂർ കൊക്കൂരി വീട്ടിൽ 27 വയസ്സുള്ള സുധീഷിനെതിരെയാണ് കേസെടുത്തത്. സുധീഷിനായി എക്സൈസ് സംഘം അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഒക്ടോബർ 2-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. വെങ്ങാനല്ലൂർ പടിഞ്ഞാറ്റുമുറി പൊട്ടൻചിറ പാലത്തിന് സമീപം അനധികൃതമായി മദ്യവിൽപ്പന നടത്തിവരികയായിരുന്ന സുധീഷ് സംഭവസ്ഥലത്തെത്തിയ എക്സൈസ് സംഘത്തെ കണ്ട് മദ്യസഞ്ചി ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു. സുധീഷിന്റെ പക്കലുണ്ടായ മദ്യസഞ്ചിയിൽ നിന്ന് 8 കുപ്പി മദ്യം എക്സൈസ് സംഘം പിടിച്ചെടുത്തു. വെങ്ങാനല്ലൂർ മേഖലയിൽ നിന്നു തന്നെ സുധീഷിനെതിരെ ഉയർന്നുവന്ന വ്യാപക പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് സംഘം സുധീഷ് മദ്യവിൽപ്പന നടത്തി വന്നിരുന്ന പൊട്ടൻചിറ പാലത്തിന് സമീപം എത്തുന്നത്. സുധീഷിനായുള്ള അന്വേഷണം എക്സൈസ് ഉദ്യോഗസ്ഥർ ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. നെല്ല് സംഭരണത്തിൽ നിന്ന് പിന്മാറാനുള്ള നീക്കമാണ് ഇടത് സർക്കാർ നടത്തുന്നതെന്ന് ദേശീയ കർഷക സംരക്ഷണ സമിതി. ഒന്നാം വിള കൊയ്ത്ത് പൂർത്തിയാകാറായിട്ടും സംഭരണ നടപടികൾ ആരംഭിക്കാത്തതും പാടശേഖര സമിതികളിൽ സംഭരണ കേന്ദ്രം വേണമെന്ന സർക്കാർ നിർദ്ദേശവും ഇതാണ് വെളിവാക്കുന്നതെന്ന് സമിതി ഭാരവാഹികൾ പാലക്കാട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രണ്ടാം വിള നെല്ല് സംഭരിച്ച് മാസങ്ങൾ കഴിഞ്ഞെങ്കിലും പല കർഷകർക്കും സംഭരണ വില ലഭിച്ചിട്ടില്ല. കൊയ്ത്ത് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ സംഭരണ നടപടികൾ തീർക്കണമെന്നും മില്ലുകാരുമായി ദീർഘകാല കരാറിൽ ഏർപ്പെടണമെന്നുമുള്ള കർഷകരുടെ ആവശ്യത്തിന് കൃഷിമന്ത്രിയും സർക്കാരും നൽകിയ ഉറപ്പ് ലംഘിക്കപ്പെട്ടു.
പതിവിന് വിപരീതമായി നെല്ല് സംഭരണത്തിന് ഒരു പാടശേഖര സമിതിയിൽ ഒരു സംഭരണ കേന്ദ്രമെന്ന സർക്കാർ നിലപാട് കർഷകന് വണ്ടി വാടകയിലും ഒരു ചാക്ക് നെല്ല് കയറ്റിറക്കിന് 75 രൂപ നഷ്ടവും വരുത്തും. ഗ്രാമീണ മേഖലയിൽ പാടശേഖര സമിതിയുടെ മുഴുവൻ നെല്ലും സൂക്ഷിക്കാനുള്ള ഇടമില്ലെന്നിരിക്കെ സംഭരണ കേന്ദ്രമെന്ന നിർദ്ദേശം പ്രായോഗികമല്ല. കേന്ദ്രം താങ്ങുവില വർദ്ധിപ്പിക്കുന്ന സമയങ്ങളിൽ കേരളം ഇൻസെന്റീവ് വെട്ടിക്കുറയ്ക്കുന്നത് കർഷകദ്രോഹമാണ്. കർഷക സംരക്ഷണത്തിനായി സ്വാമിനാഥൻ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന ആവശ്യം സർക്കാർ അവഗണിക്കുന്നത് കർഷകദ്രോഹമാണെന്നും ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. ഈ 1ഉം 2ഉം വിളയ്ക്ക് ഒന്നിച്ച് ഒരു മില്ലുകാരായിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ട് കൊയ്ത്തിന്റെ 1 മാസം മുമ്പ് തന്നെ ഇതിന്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കണം. അതില്ല. കൃഷിക്കാരനൊക്കെ കൊയ്ത്ത് തുടങ്ങി, കൊയ്ത്ത് ഏതാണ്ട് പകുതിയിലേറെ ആകുമ്പോഴാണ് മില്ലുകാരും സിവിൽ സപ്ലൈസ് കോർപ്പറേഷനുമായിട്ട് ഒരു ധാരണ വരുന്നത്. അത് ഒന്നാമത് കൃഷിക്കാർക്ക് എല്ലാ കർഷകർക്കും ഇവിടെ സെക്രട്ടറി സൂചിപ്പിച്ച പോലെ എല്ലാ കർഷകർക്കും നെല്ല് സൂക്ഷിക്കാൻ സ്ഥലവുമില്ല. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം റോഡ് സൈഡിലും പാതവക്കത്തും അല്ലെങ്കിൽ അടുത്തുള്ള കർഷകന്റെ കൃഷിയിടത്തിലോ കളത്തിലോ ഒക്കെയാണ് സൂക്ഷിക്കുക. ഈ സിവിൽ സപ്ലൈസിന്റെ ഈ സംഭരണ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സംഭരണശാല വേണം പറഞ്ഞാൽ നടക്കുകയില്ല. കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ജില്ലയിൽ ഒട്ടും നടക്കില്ല. കാരണം ഞങ്ങളുടെ പാടശേഖരം ഒരു 60 ഏക്കർ വിസ്തൃതിയുള്ള ഒരു പാടശേഖരമാണ്. അവിടെ മിച്ചഭൂമി വന്നിട്ട് 10ഓളം കർഷകർക്ക് 50 സെന്റുകൾ കിട്ടിയിട്ടുണ്ട്. ഈ 50 സെന്റുകൾ കൃഷിയുള്ള കൃഷിക്കാരെ അവിടെ കൊണ്ടിടും. അവർ ഏതെങ്കിലും പാറയിലോ പാതിന്റെ പക്കത്തോ എവിടെയെങ്കിലും നെല്ല് കൊഴിച്ച് നെല്ലേക്ക് ഒരു ഭാഗത്ത് കൂട്ടി വയ്ക്കും. ഇത് ടാർപ്പാളിനൊട്ട് മൂടി അത് കാത്തിരിക്കുകയാണ്. ഇത് സമയത്തിന് സംഭവിക്കാത്തതിന്റെ പേരിൽ ഒരുപാട് കർഷകർക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. അത് ഒന്ന് സർക്കാർ ചെയ്യണം. രണ്ടാമത്തേത് സംഭരണ വില. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു കർഷകന് അതിന്റെ കണക്കൊക്കെ വളരെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു 150-200 റുപ്യ താഴെയെ കർഷകന്റെ അധ്വാനത്തിന് പ്രതിഫലമേ കിട്ടുള്ളൂ. കർഷകൻ സൂര്യൻ ഉദിച്ച മുതൽക്ക് സൂര്യൻ അസ്തമിക്കുന്നവരെ കൃഷിയിടത്തിൽ കാരണം പെടാപാടുപെടുകയാണ്. സിവിൽ സപ്ലൈസും കൃഷിവകുപ്പും തമ്മിലുള്ള ഏകോപനമില്ലായ്മയാണ് നിലവിൽ സംഭരണം അട്ടിമറിക്കാൻ ഇടയാക്കിയത്. സർക്കാരിൻ്റെ കർഷകദ്രോഹ നയമാണ് കർഷകരെയും യുവാക്കളെയും കൃഷിയിൽ നിന്ന് അകറ്റുന്നതെന്നും ദേശീയ കർഷക സംരക്ഷണ സമിതി ആരോപിച്ചു. ജനറൽ സെക്രട്ടറി പാണ്ടിയോട് പ്രഭാകരൻ, പ്രസിഡന്റ് സി ബാലകൃഷ്ണൻ കുനിശ്ശേരി, വൈസ് പ്രസിഡന്റ് കെ.എ. ജയരാമൻ, ട്രഷറർ വി ബാലകൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി സി.എ. രാജേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. 2 വർഷം മുൻപ് നവീകരണ പ്രവൃത്തികൾക്കായി ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്തിന് കൈമാറിയ പേരൂർ മഹിളാ സമാജം വായനശാലയും അംഗൻവാടിയും ഉൾപ്പെടെയുള്ള കെട്ടിടം നാളിതുവരെയായും നവീകരണ പ്രവൃത്തികൾ നടത്തി പൊതുജനങ്ങൾക്കായി വിട്ടു നൽകാൻ പഞ്ചായത്ത് ഭരണസമിതി യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപവുമായി വായനശാല ഭാരവാഹികൾ. കെട്ടിടത്തിന്റെ നവീകരണ പ്രവൃത്തികൾക്കായി വി.കെ. ശ്രീകണ്ഠൻ എം.പിയുടെ ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക പഞ്ചായത്ത് ഭരണസമിതി നിരസിച്ചെന്നും വായനശാല ഭാരവാഹികൾ ആരോപിച്ചു. 2022 ജനുവരിയിലാണ് വായനശാലയും മഹിളാ സമാജവും സമാജത്തിന്റെ ഉടമസ്ഥതയിലായിരുന്ന 15 സെന്റ് ഭൂമിയും ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്തിന് കൈമാറിയത്. വായനശാല, മഹിളാ സമാജം, അംഗൻവാടി എന്നീ കെട്ടിടങ്ങളുടെ പുനർനിർമ്മാണവും ഒരു സാംസ്കാരിക കേന്ദ്രവുമായിരുന്നു എന്ന് പഞ്ചായത്ത് വാഗ്ദാനം ചെയ്തതെന്നും എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും കെട്ടിടം പുനർനിർമ്മിക്കാൻ നടപടികളായില്ല. 2024 മാർച്ചിൽ വി.കെ. ശ്രീകണ്ഠൻ എം.പി വായനശാലയുടെ നവീകരണത്തിനായി 15 ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും ഈ ഫണ്ട് പഞ്ചായത്ത് ഭരണസമിതി യോഗം നിരസിച്ചുവെന്നും വായനശാല ഭാരവാഹികൾ ആരോപിക്കുന്നു. ദ്രവിച്ചു തുടങ്ങിയ കെട്ടിടങ്ങൾ ഏതു സമയവും നിലംപൊത്താവുന്ന സാഹചര്യത്തിലാണ് നിൽക്കുന്നതെന്നും കെട്ടിടം ഉടൻ നവീകരിക്കാനുള്ള നടപടി പഞ്ചായത്ത് ഭരണസമിതി ഉടൻ കൈക്കൊള്ളണമെന്നും മഹിളാ സമാജം സെക്രട്ടറി ശോഭിനി എസ് മേനോൻ, വായനശാല പ്രവർത്തകരായ യു.പി. രവി, യു.പി. രാജു എന്നിവർ ആവശ്യപ്പെട്ടു. അതുപോലെ അംഗൻവാടിയുടെ ഒക്കെ കെട്ടിടങ്ങളുടെ സ്ഥിതി കുറച്ച് മോശമായത് കാരണം അത് പുതുക്കി പണിയേണ്ട ഒരു ആവശ്യം വന്നു. പ്രത്യേകിച്ചും അംഗൻവാടിക്കാണ് ആവശ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ മഹിളാ സമാജത്തിന് വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പഞ്ചായത്തുമായിട്ട് കോൺടാക്ട് ചെയ്തു വന്ന അപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് ഭൂമി അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർ പുതിയ കെട്ടിടം ഉണ്ടാക്കി തരാം. അംഗൻവാടിക്കും പിന്നെ മഹിളാ സമാജത്തിനും വായനശാലയ്ക്കും ഈ 3നും ഉണ്ടാക്കി തരാം എന്നാണ് അന്ന് പറഞ്ഞത്. അപ്പോൾ ഭൂമി നമ്മൾ കൈമാറലുണ്ടായി. ഭൂമി കൈമാറിയത് ഡേറ്റ് ഇവിടെ ഉണ്ട്. ഭൂമി ഞങ്ങൾ കൈമാറി. പക്ഷെ അതിനുശേഷം ഒരു തുടർ നടപടിയും കണ്ടില്ല. അപ്പൊ കോവിഡും ഒക്കെ ആയത് കാരണം ഞങ്ങൾക്കും അത് അത്ര ശ്രദ്ധിക്കാൻ പറ്റിയില്ല. പിന്നെ പഞ്ചായത്തല്ലേ നടത്തുന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു. പിന്നെ ഇതിപ്പോ ഈ ഇലക്ഷന് മുമ്പ് വായനശാലയ്ക്ക് എന്തോ ഒരു 15 ലക്ഷത്തിന്റെ MP ഫണ്ട് അലോട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അത് പഞ്ചായത്തിന്
പഞ്ചായത്ത് പറഞ്ഞത് ആ ഫണ്ട് അവർക്ക് ആവശ്യമില്ല, പഞ്ചായത്തിൻ്റെ അതിന് വകുപ്പുണ്ട്, അപ്പോൾ അവർ അത് നവീകരിച്ച് തരും, അല്ലെങ്കിൽ പുതിയ കെട്ടിടം ഉണ്ടാക്കി തരുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ തൽക്കാലം ഒന്നും നടന്നു കാണുന്നില്ല. പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നോ മറ്റേ ഇവിടെ വാർഡ് മെമ്പറായ എക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് കൂടിയായ നസ്രീൻ എന്ന മെമ്പറുടെ ഭാഗത്തു പോലും യാതൊരു പോസിറ്റീവായ സമീപനം നാളെ ഇവരെ ഉണ്ടായിട്ടില്ല. ഇത് നിലം പൊത്തി നശിച്ചു പോകുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് ഏത് ഫണ്ടാണ് ഗവൺമെന്റിന്റെ ഏത് ഫണ്ടാണെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് ഈ ബിൽഡിങ്ങുകൾ പുനഃസ്ഥാപിച്ചു തരണം. കെട്ടിടങ്ങളുടെ പുനർനിർമ്മാണത്തിനായി ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഒരേ പദ്ധതിക്ക് ഒന്നിലധികം ഫണ്ട് ഉപയോഗിക്കാൻ കഴിയില്ലെന്നാണ് വാർഡ് മെമ്പർ കൂടിയായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CA നസ്രീൻ അറിയിച്ചതെന്ന് വായനശാല ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. രാഷ്ട്രപിതാവിന്റെ സ്മരണയിൽ KCB ഷൊർണൂർ ഡിവിഷൻ തല ഉപഭോക്തൃ സംഗമം നടത്തി. ഉപഭോക്തൃ സേവന വാരാചരണത്തിന്റെ ഭാഗമായി നടത്തിയ സംഗമം നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഒക്ടോബർ 2 മുതൽ 8 വരെ ഉപഭോക്തൃ സേവന വാരമായി KCB ആചരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് ഷൊർണൂർ ഡിവിഷൻ തല ഉപഭോക്തൃ സംഗമം സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് സംഗമം ഉദ്ഘാടനം ചെയ്തു. ഈ KCB വന്നിട്ടുള്ള വലിയ മാറ്റമായിട്ട് കാണുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നത് നമ്മുടെ ഗവൺമെന്റ് ഈ കാര്യം വളരെ നല്ല നിലപാടാണ് സ്വീകരിച്ചത്. KCBയുടെ ഈ ഘട്ടത്തിൽ നമുക്ക് ഈ 8 കൊല്ലക്കാലയളവിൽ ഒരു തവണ പോലും നമുക്ക് ഓവർഹെഡ് ഓപ്ഷനിങ്ങോ ഇല്ലാതെ പോകാൻ സാധിക്കുന്നത് എന്നത് തന്നെ അതിന്റെ കാര്യക്ഷമതയാണ് കാണിക്കുന്നത്. ഷൊർണൂർ ഇലക്ട്രിക്കൽ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PV ശ്രീറാം അധ്യക്ഷത വഹിച്ചു. ഷൊർണൂർ PMU എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ CK പ്രകാശൻ സ്വാഗതം പറഞ്ഞു. ഇലക്ട്രിക്കൽ സെക്ഷൻ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ മായ തമ്പാൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C ചന്ദ്രൻ, ചളവറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീത, ഷൊർണൂർ ഇലക്ട്രിക്കൽ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K രവീന്ദ്രൻ, ചെർപ്പളശ്ശേരി ഇലക്ട്രിക്കൽ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K പ്രസാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. വിവിധ വിഷയങ്ങളിൽ ഉപഭോക്താക്കളുടെ സംശയങ്ങൾക്ക് ഉദ്യോഗസ്ഥർ മറുപടി നൽകി. വൈദ്യുതി സുരക്ഷ സംബന്ധിച്ച് ബോധവൽക്കരണവുമുണ്ടായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പെരിങ്ങോട്ടുകുരിശ്ശിയിൽ BJP പഞ്ചായത്ത് കമ്മിറ്റിയെ ജില്ലാ നേതൃത്വം അവഗണിക്കുന്നുവെന്ന ആക്ഷേപവുമായി BJP ജില്ലാ കമ്മിറ്റി അംഗം രംഗത്ത്. പഞ്ചായത്ത് കമ്മിറ്റി തടയുന്ന സമീപനം തുടർന്നാൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് കമ്മിറ്റിക്ക് കീഴിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കേണ്ടി വരുമെന്ന് BJP ജില്ലാ കമ്മിറ്റി അംഗം സുരേന്ദ്രൻ പറഞ്ഞു. പഞ്ചായത്ത് കമ്മിറ്റിയെ അറിയിക്കാതെ പഞ്ചായത്തിലെ പല സ്ഥലങ്ങളിലും ജില്ലാ നേതൃത്വത്തിന്റെ ആഭിമുഖ്യത്തിൽ യോഗം വിളിച്ചു ചേർത്തതായും ജില്ലാ മണ്ഡലം കമ്മിറ്റിയുടെ നിലപാട് പഞ്ചായത്ത് കമ്മിറ്റിക്ക് അംഗീകരിക്കാൻ കഴിയാത്തതാണെന്നും ഇത് സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും സുരേന്ദ്രൻ തരൂർ പറഞ്ഞു. കമ്മിറ്റിയുടെ അറിവോ സമ്മതമോ ഇല്ലാതെ പല സ്ഥലത്ത് 1-2 സ്ഥലത്ത് മീറ്റിങ്ങുകൾ നടത്തി. ആ മീറ്റിങ്ങുകൾ മണ്ഡലം പ്രസിഡന്റ് ജില്ലയുടെ സമ്മതത്തോടുകൂടി ജില്ലാ പ്രസിഡന്റ് വരുന്നു, പങ്കെടുക്കും എന്നെല്ലാം നുണപ്രചരണങ്ങളോടുകൂടി നടത്താൻ ശ്രമിച്ചു. അതിൽ വലിയ വിജയമൊന്നും വന്നിട്ടില്ല. ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത ഒരാളും BJPക്ക് സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഫുൾ ടൈം വർക്കറോ ഒന്നുമല്ല. അങ്ങനെയുള്ള ആളുകളെ വെച്ച് ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ച് ഇവിടെ ഒരു വിഭാഗീയത കൊണ്ടുവന്നത് മണ്ഡലവും ജില്ലയും കൂടിയിട്ടുള്ള തീരുമാനത്തിലാണ്. ഇതിൽ മെയിനായിട്ട് ഇപ്പോഴത്തെ ഒരു മണ്ഡലത്തിന്റെ പ്രസിഡന്റും അവിടെ ഈ ഭാഗം നോക്കുന്ന ഒരു ജനറൽ സെക്രട്ടറി ഉണ്ട്. ഇവരുടെ രണ്ടാളുടെയും കൊള്ളരുതായ്മയാണ് ഈ പ്രശ്നം ഇത്രയധികം കത്തിച്ചളിച്ച് ഈ ലെവലിൽ വന്നത്. ഇവരെന്ത് പറഞ്ഞു, ഇവരെന്ത് നുണ പറഞ്ഞു കൊടുക്കണോ അതുപോലെ ജില്ലാ പ്രസിഡന്റ് കേട്ട് അതിനനുസരിച്ചിട്ട് ജില്ലാ പ്രസിഡന്റും നീങ്ങുന്നതാണ് ഇതിന് ഏറ്റവും കൂടുതൽ വഷളായിട്ടുള്ള കാര്യം. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പറളി ഉപജില്ലാ കലോത്സവത്തിന് പറളി ഹയർ സെക്കൻഡറി സ്കൂൾ വേദിയാകും. കലോത്സവത്തിന്റെ നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരിച്ചു. സംഘാടക സമിതി രൂപീകരണ യോഗം പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഷമ ഉദ്ഘാടനം ചെയ്തു. പറളി ഉപജില്ലാ സ്കൂൾ കലോത്സവം നവംബർ 11, 12, 13 തീയതികളിൽ പറളി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ പറളി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബിന്ദു അധ്യക്ഷയായി. പറളി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ P രേണുക, പഞ്ചായത്ത് പ്രസിഡന്റ് K രേണുകാദേവി,
സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ചെമ്പകവല്ലി, സ്കൂൾ PTA പ്രസിഡന്റ് KC കിഷോർ കുമാർ, BPC അജിത്, പറളി ഹൈസ്കൂൾ പ്രധാനാധ്യാപിക TV ജ്യോതി, സ്കൂൾ മാനേജർ C ബാലസുബ്രഹ്മണ്യൻ, K ശ്രീവത്സൻ മാസ്റ്റർ, പഞ്ചായത്ത് അംഗം പ്രീത, അധ്യാപക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. സംഘാടക സമിതി ഭാരവാഹികളായി പഞ്ചായത്ത് പ്രസിഡന്റ് K രേണുകാദേവി ചെയർമാനായും, പ്രിൻസിപ്പൽ P രേണുകയെ ജനറൽ കൺവീനറായും, പറളി AEO ബിന്ദുവിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ഇവർക്ക് പുറമെ 251 അംഗ സ്വാഗത സംഘവും രൂപീകരിച്ചു. പറളി ഉപജില്ലയിലെ 6 ഗ്രാമപഞ്ചായത്തുകളിലെ 53 സ്കൂളുകളിൽ നിന്നായി 4000-ലധികം വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പാലക്കാട് പീപ്പിൾസ് സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ നടത്തുന്ന തൊഴിൽ വൈദഗ്ധ്യ പരിശീലന പരിപാടിക്ക് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യുവതികൾക്കും വീട്ടമ്മമാർക്കുമായാണ് പാലക്കാട് പീപ്പിൾസ് സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തുമായി സഹകരിച്ച് എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ സാമ്പത്തിക സഹായത്തോടെ വ്യവസായ സംരംഭകത്വ പരിശീലനവും തുടർന്ന് തൊഴിൽ വൈദഗ്ധ്യ പരിശീലനവും സംഘടിപ്പിക്കുന്നത്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തും കൂടി സംയുക്തമായിട്ടാണ് ഇത് നടത്തുന്നത്. 26 ദിവസത്തെ ട്രെയിനിങ് ആണ്. നമ്മൾ സ്ത്രീകള് എന്നും പുറകിലാണെന്നുള്ള ഒരു കാഴ്ചപ്പാട് പാടില്ല. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പഞ്ചായത്തുകളിൽ ഇങ്ങനെ ഓരോ പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുന്നത്. എല്ലാവരും ഫുഡുകൾ ഉണ്ടാക്കുക, എന്നിട്ട് 26 ദിവസം ട്രെയിനിൽ പങ്കെടുത്ത് നിങ്ങൾ ഓരോരുത്തരും വലിയൊരു സംരംഭരായി തീരണം. അതാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. സ്ത്രീകളുടെ കുടുംബശ്രീ മുഖേന്ദ്രം പല രൂപത്തിലുള്ള ട്രെയിനിങ്ങും ഇവിടെ പങ്കെടുപ്പിക്കാറുണ്ട്. പക്ഷെ ഇത്ര ആളുകൾ പങ്കെടുക്കാറില്ല. പകുതിക്ക് എഴുത്തു പോകാണ്. ഇത് അതൊന്നും ചെയ്ത് 26 ദിവസവും രാവിലെ വന്ന് വൈകുന്നേരത്ത് പോവുക, എന്നിട്ട് നിങ്ങൾ എല്ലാവരും വലിയൊരു സംരംഭരായിട്ട് തീരണം. 26 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പിൽ അഗ്രോ മില്ലറ്റ്, ഫുഡ് പ്രോസസിംഗ്, കാറ്ററിംഗ്, നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഫുഡ്, കേരള സ്നാക്സ് ആൻഡ് കേക്ക് മേക്കിംഗ്, പഴം പച്ചക്കറി സംസ്കരണം എന്നീ മേഖലകളിൽ പരിശീലനം നൽകും. പീപ്പിൾസ് സർവീസ് സൊസൈറ്റി ചെയർമാൻ ഫാദർ ജോസഫ് ജസ്റ്റിൻ മുഖ്യപ്രഭാഷണം നടത്തി. വൈസ് പ്രസിഡന്റ് TP രജീഷ് അധ്യക്ഷനായി. പ്രിയ പ്രശാന്ത്, MP മാലതി, മുജീബ് റഹ്മാൻ, റസാഖ്, ശങ്കരൻ നമ്പൂതിരി, ജോയ് ജോസഫ്, സുനിത തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പട്ടാമ്പി ഞാങ്ങാട്ടിരി ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ TC ബിജു ഉദ്ഘാടനം ചെയ്തു. നാട്ടകത്തിലേക്ക് തിരിച്ചു വന്നു എന്നുള്ള ഒരു പ്രാഥമികമായ ധാരണയാണ് എനിക്ക് ആദ്യം വരുന്നത്. കാരണം ഇവിടെ ഈ നവരാത്രി പരിപാടികൾ ആദ്യമായിട്ട് ആസൂത്രണം ചെയ്യുന്നത് ഞാനുള്ള സമയത്താണെന്ന് തോന്നുന്നു. അത് തുടർച്ച പിന്നീട് ഈ ക്ഷേത്രത്തിൽ അത് തുടർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ നവരാത്രിയുടെ ഉദ്ഘാടകർ എന്ന രീതിയിൽ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കണമെന്നാണ് അദ്ദേഹം ജയരാജ് വാര്യർ എന്നോട് ആവശ്യപ്പെട്ടത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ആഞ്ഞം മധുസൂദനൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചതോടെയാണ് ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. മലബാർ ദേവസ്വം ബോർഡ് ജൂനിയർ സൂപ്രണ്ട് PT സുഷാകുമാരി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ K ദിനേശൻ സ്വാഗതം ആശംസിച്ചു. പരിപാടിയിൽ പ്രശസ്ത സിനിമാ നടൻ ജയരാജ് വാര്യർ മുഖ്യ അതിഥിയായി. കലാകാരന്മാരായിട്ടുള്ളവർ, കലകളിൽ പ്രാവീണ്യമുള്ളവർ, മഹാകലാകാരന്മാർ, പുതിയതായി വരുന്നവർ, അവരെല്ലാവരും ഒരുപോലെ കൊണ്ടാടുന്ന ഒന്നാണ് ഈ കലയുടെ ഈ 9 ദിനങ്ങൾ. നവരാത്രി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പുതുക്കി പണിയുന്ന രാത്രികൾ എന്നാണ് അതിൻ്റെ അർത്ഥം. നവങ്ങളായ പുതിയ പുതിയ ആശയങ്ങൾ പുതിയ രീതിയിൽ അവതരിപ്പിക്കപ്പെടുകയും അതിലൂടെ പുതിയ കലാകാരന്മാർ വരികയും കുറേ കാലമായി കലാരംഗത്തുള്ളവരുടെ കലയെ ജനങ്ങളെത്തിക്കുകയും നമ്മുടെ മനസ്സിനെ വീണ്ടും പുതുക്കി പണിയുകയും ചെയ്യുന്ന ഒരു വലിയ ഒന്നാണ്. ക്ഷേത്രം തന്ത്രി ആഞ്ഞം മധുസൂദനൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. മലബാർ ദേവസ്വം ബോർഡ് ഇൻസ്പെക്ടർ P സുരേഷ്, പാരമ്പര്യ ട്രസ്റ്റി ME നാരായണൻ, ഞാങ്ങാട്ടിരി മഹർഷി വിദ്യാലയം മാനേജിംഗ് ഡയറക്ടർ വിനിയ ഗോപാൽ തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. VP ഉണ്ണികൃഷ്ണൻ പരിപാടിക്ക് നന്ദി അറിയിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ചേലക്കര സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പുത്തൻപള്ളിയുടെ ഗോൾഡൻ ജൂബിലി സമാപന സമ്മേളനം ഒക്ടോബർ 6 നടക്കും. ഒരു വർഷം നീണ്ടുനിന്ന ഗോൾഡൻ ജൂബിലി ആഘോഷത്തിൽ പ്രഖ്യാപിച്ച കർമ്മ പദ്ധതികൾ പൂർത്തീകരിക്കാൻ സാധിച്ചെന്ന് ഭാരവാഹികൾ ചേലക്കരയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഒക്ടോബർ 6 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് തൃശൂർ ഭദ്രാസനാധിപൻ
കുര്യാക്കോസ് മോർ ക്ലിമീസ് മൈത്രോപാലിത്തയുടെ അധ്യക്ഷതയിൽ ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ വെച്ച് നിർധനരായ ഒരു കുടുംബത്തിന് വീട് വെച്ചു നൽകുന്നതിന്റെ താക്കോൽദാന ചടങ്ങും നടക്കും. കൂടാതെ പരിപാടിയിൽ വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരും സന്നിഹിതരാവുമെന്ന് ഭാരവാഹികളായ ഫാദർ കുര്യാക്കോസ് വൈദ്യൻപറമ്പിൽ, ട്രസ്റ്റി ആൻഡ് കൺവീനർ PV ഷാജൻ, ജോയിന്റ് കൺവീനർ വിൽസൺ മയക്കാട്ടുകുളം, കമ്മിറ്റി അംഗം CG ബിനോരാജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചേലക്കര സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പുത്തമ്പള്ളിയുടെ ഗോൾഡൻ ജൂബിലി സമാപന സമ്മേളനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 2000 വർഷങ്ങൾക്ക് അപ്പുറം ക്രിസ്തുവിനാൽ സ്ഥാപിതമായതും വിശുദ്ധ പത്രോസ് പാറമേൽ പണിതതുമായ സഭയുടെ പിൻഗാമികളായി വന്ന വിശുദ്ധ പാത്രികേസന്മാരുടെ കീഴിൽ ഭരിക്കപ്പെട്ടു വന്നതും എന്നാൽ 1972 കാലഘട്ടങ്ങളിൽ സഭയിൽ ഭിന്നിപ്പുണ്ടായി തങ്ങളുടേതായ ദേവാലയത്തിലെ സ്വതന്ത്രമായ ആരാധനകൾ നടത്താൻ പറ്റാത്ത സാഹചര്യങ്ങൾ വന്നപ്പോൾ അന്ത്യോക്യ വിശ്വാസ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വിശുദ്ധ പത്രോസിൻ്റെ സിംഹാസനത്തിന് കീഴിൽ അടിയുറച്ചു നിൽക്കുന്നതിനും ആ വിശ്വാസത്തിൽ തുടർന്ന് കുദാശകളും മറ്റു കാര്യങ്ങളും ചെയ്ത് ലഭിക്കുന്നതിനും വേണ്ടി ഒരു ദേവാലയം ആവശ്യമായി വന്നപ്പോൾ. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പാലക്കാട് കലക്ടറേറ്റിലേക്ക് BJP മാർച്ച്. വിമർശിക്കുന്നവർക്കെതിരെ കേസെടുക്കുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ട് PR ഏജൻസിക്കെതിരെ കേസെടുക്കുന്നില്ലെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ. PV അൻവറും പിണറായി വിജയനും തമ്മിലുള്ള തർക്കം വീതം വെപ്പിന്റേതെന്നും C കൃഷ്ണകുമാർ. നെല്ല് സംഭരണത്തിൽ നിന്ന് പിന്മാറാനാണ് ഇടതു സർക്കാരിന്റെ നീക്കമെന്ന് ദേശീയ കർഷക സംരക്ഷണ സമിതി. ഒന്നാം വിള കൊയ്ത്ത് പുരോഗമിക്കുമ്പോഴും സംഭരണ നടപടികൾ ആരംഭിച്ചിട്ടില്ല. പാടശേഖര സമിതികളിൽ സംഭരണ കേന്ദ്രം വേണമെന്ന സർക്കാർ നിർദ്ദേശവും നെല്ല് സംഭരണത്തിൽ നിന്ന് പിന്മാറാനുള്ള നീക്കത്തിന്റെ ഭാഗമെന്ന് സമിതി ഭാരവാഹികൾ. പേരൂർ മഹിളാ സമാജം വായനശാല അംഗൻവാടി കെട്ടിടം നവീകരണത്തിൽ ലക്കിടി പഞ്ചായത്ത് ഭരണസമിതിക്ക് ചിറ്റമ്മ നയമെന്ന് ആക്ഷേപം. നവീകരണത്തിനായി 2 വർഷം മുൻപ് ഗ്രാമപഞ്ചായത്തിന് കൈമാറിയ കെട്ടിടം ഇന്നും അവഗണനയിൽ. കെട്ടിട നവീകരണത്തിനായി MP ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുക പഞ്ചായത്ത് അധികൃതർ നിരസിച്ചെന്ന് വായനശാല ഭാരവാഹികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.